ഈ പ്രായത്തിലെ പെൺപിള്ളേര് അപ്പൻ്റെ അമ്മയുടെയും കൂടെയല്ലയോ ജോണിക്കുട്ടി കഴിയേണ്ടത്? കുറച്ചുകൂടെ കഴിയുമ്പം കെട്ടും കഴിഞ്ഞ് ഏതോ നാട്ടിലോട്ട് പോകാനുള്ള പിള്ളേരല്ലേ? അതറേ, പിള്ളേര് ഓരോ ദിവസം വളർന്നുകൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ നാടിന് അത്ര വിശ്വാസം പോരാ. ഭാഗ്യം. എനിക്കെൻ്റെ പിള്ളേരെ വിശ്വാസമില്ലെന്ന് പറഞ്ഞില്ലല്ലോ. മദർ നിന്നെ തിരക്കുണ്ട്. നീയും പേപ്പേഴ്സിനെന്ത് സൈൻ ചെയ്യണമെന്ന് ചെല്ലേ. വരുന്ന വഴിക്ക് കാറിലിരുന്ന് പപ്പ എല്ലാം പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ ഒരു കരച്ചില്? വെക്കേഷൻ ആവുമ്പോ പപ്പയും മമ്മിയും വരും. നമുക്കൊന്നിച്ച് ഹോളിഡേ ഇങ്ങനെ പോവാം. ഇടയ്ക്ക് നിങ്ങൾക്ക് അങ്ങോട്ട് ഫ്ലൈ ചെയ്യാലോ. ആ ഓരോ കവളൊരു ഉമ്മതാ. എന്റെ ശീലേ, നമുക്ക് പെമ്മക്കളി രണ്ടാ. ഞാൻ അവരുടെ ഭാവിയെ കുറിച്ച് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. അവർ പഠിച്ച് മിടുക്കികളാവണം, അവരെ നല്ല നിലയിൽ കെട്ടിച്ചു വിടണം. അതിനു വേണ്ടിട്ട് 5 10 10 100 ഞാൻ ഈ പെടാപ്പാട് മുഴുവൻ പെടുന്നത്. അല്ലാതെ പോകുമ്പോ എന്റെ കുഴിമാറത്തിലിട്ട് അവിടെ കൊണ്ടുപോകാൻ വേണ്ടിട്ടല്ല. ജോണി പ്ലീസ്, എനിക്ക് കുറച്ച് സമയം താ. ഞാൻ തനിച്ചിരുന്നൊന്ന് കരഞ്ഞോട്ടെ. നാളെ തന്നെ മടങ്ങൂ. ഞാനെന്നാ നീ ഇത് വെച്ചോ. ഇതുകൊണ്ടൊന്നും തീരുന്നതല്ല ജോണിക്കുട്ടി എൻ്റെ പ്രശ്നങ്ങൾ. എനിക്കൊരു ജോലിയാണ് വേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ എൻ്റെ ഒരു ബാധ്യത, ആ 3 ലക്ഷം, അതിന് ഇനി അവധിയില്ല. നിനക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ഉണ്ട്. എന്നാ അക്കൗണ്ട് നമ്പർ കിട്ടാ. അയ്യോ, അതിപ്പോ ഓർമ്മയിലില്ല. അക്കങ്ങളൊന്നും പഴയ പോലെ ഇപ്പോൾ ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഞാൻ വീട്ടിൽ പോയി നോക്കിച്ച് വരട്ടെ. ഇപ്പൊ വേണ്ട, നീ വിളിച്ചു പറഞ്ഞാൽ മതി. ഞാൻ അവിടെ ചെന്നിട്ട് RTGS വഴി അയച്ചു തരാം. അല്ല, ഈ RTCGS എന്നൊക്കെ അവരൊക്കെ അത് ബാങ്കിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നൊരു കോഡാ. ഞാൻ അയച്ചേക്കാം ഇങ്ങോട്ട്. ഓ കർത്താവേ, വലിയ ഉപകാരമാടാ. മരിച്ചാലും മറക്കാൻ കഴിയാത്ത ഉപകാരം. എന്താണ് 2 മണിക്കൂർ മുമ്പെങ്കിലും റിപ്പോർട്ട് ചെയ്യേണ്ടതാ. അതെങ്ങനെയാ? മുടിഞ്ഞ റോഡും ട്രാഫിക്കും. ഇവിടെയാണോ സ്മാർട്ട് സിറ്റി വരാൻ പോകുന്നത്? വന്നത് തന്നെ. തമിഴ്നാട്ടിൽ എത്ര കാർ കമ്പനികളാണ് ഫാക്ടറി തുറന്നിരിക്കുന്നത്? ഇവിടെ സൈക്കിൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി വന്നു എന്ന് കേട്ടിട്ട് ചത്താ മതിയായിരുന്നു. ഒന്നിനും പ്ലാനിങ് ഇല്ലല്ലോ. ഏയ് ഓ നിർത്തിയത്. താമസന്തേ വരുവാൻ എന്തോന്ന് വരുന്ന കാര്യ? സാറിന്റെ പേരെന്താ സാറേ? എന്റെ പേര് എന്തെങ്കിലും ആയിക്കോട്ടെ. സാറിന് നിങ്ങൾക്ക് ജോണിക്കുട്ടി, ശിവൻകുട്ടി, അബ്ദുള്ളക്കുട്ടി, അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം. സാറിന് ഒരു ജാതി, ഒരു മതം, നൊസ്റ്റാൾജിയ. ഇതെന്താണോ എയർപോർട്ടിൽ നിന്ന് തന്നെ മടങ്ങിയോ? അതല്ലേ യോഗം മോനെ. സ്വന്തം നാടിനെ കണ്ണു നിറയൊന്നും കാണാൻ കഴിയില്ലല്ലോ. ഈ ഓട്ടം എന്ന് അവസാനിക്കുവാവും. നഗരം നഗരം മഹാസാഗരം മഹാസാഗരം. അതിൽ വന്ന് അടിഞ്ഞല്ലേ പറ്റൂ. പച്ചരി വാങ്ങിക്കണ്ടേ? വിടുവായൻ തവളകൾ പതിവായി കരയുന്ന. അങ്ങോട്ടങ്ങ് ചെല്ലുമ്പോഴേക്കും കട്ടായി പോകുന്നല്ലോ കർത്താവേ. വെറുതെ മോഹിക്കാൻ മോഹം. എടുക്കുന്നില്ലല്ലോ. തിരികെ തിരികെ ഞാൻ വരുമെന്നും. ചന്ദ്രേട്ടന് സോഡ അത് വെള്ളോ? സോഡ മതി. ആ സോഡയാണെങ്കിൽ പുറത്ത് പോയി ചന്ദ്രേട്ടൻ തന്നെ വാങ്ങിച്ചോണ്ട് വരും. ഇവിടെ ഇല്ല, തീർന്നു.